പ്രീപോൾ സർവേകൾ, എക്സിറ്റ് പോളുകൾ, പിന്നെ പ്രവചനങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഇവയാണ്. കാരണം ജനങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുന്നണി വിജയിക്കുമോ അതോ തോറ്റുപോകുമോ എന്നറിയാൻ അവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. പ്രധാനമായും 3 കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ: പ്രീപോൾ സർവേ, അതുപോലെ എക്സിറ്റ് പോൾ, മറ്റൊന്ന് പ്രവചനം. ഇതിൽ പ്രീപോൾ സർവേ എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന പ്രവർത്തനമാണ്. ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുണ്ടാക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മുൻതൂക്കമെന്നും ആരാണ് വിജയിക്കാൻ സാധ്യത എന്നും അടിയൊഴുക്കുകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്നുമൊക്കെ ഈ പ്രീപോൾ സർവേ നടത്തുന്ന മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഈ മാധ്യമങ്ങൾ പറയുന്ന കാര്യം 50% മാത്രമായിരിക്കും ശരിയാവുന്നത്. കാരണം പ്രീപോൾ സർവേകൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പുറത്തു വരുന്ന സംഗതികളായതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപിച്ച ശേഷം നടക്കുന്ന പല മാറ്റങ്ങളും അത്തരം സർവേ ഫലങ്ങളിൽ റിഫ്ലക്റ്റ് ആകില്ല. ഉദാഹരണത്തിന്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഗതി, അതായത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ ആരോപണമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും നേതാവിനെതിരെ ഗുരുതരമായ ഏതെങ്കിലും വിഷയത്തിൽ കേസെടുത്തു എന്ന വാർത്തയോ ഒക്കെ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സർവേ ഫലത്തിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ സർവേ ഫലം പറയുന്ന റിസൾട്ട് ആയിരിക്കില്ല തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുക. അങ്ങനെ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഒരു സർവേ ഫലം പറയാമെന്ന് മാത്രം. അതാണ് പ്രീപോൾ സർവേകളുടെ ഒരു രീതി. എന്നാൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നേരെ തിരിച്ചാണ്. തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ എത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുമ്പോൾ അവരെ കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ് തയ്യാറാക്കുന്ന സർവേ ഫലം ആണ് എക്സിറ്റ് പോൾ സർവേ ഫലം. വോട്ട് ചെയ്തു പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത്. പ്രീപോൾ സർവേ ഫലങ്ങളെക്കാൾ കൂടുതൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ശരിയാകുന്നത് വോട്ട് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയായിരുന്നു എങ്കിലും അന്ന് ഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രവചിച്ച സീറ്റ് നിലയിലല്ല BJP ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും ഒത്തിരി താഴെയാണ്. എന്നാലും പ്രീപോൾ സർവേ ഫലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് കുറച്ചുകൂടി ആധികാരികത അവകാശപ്പെടാൻ കഴിയും. എന്നാൽ ഇതൊന്നുമല്ലാത്ത മറ്റൊരു ടൈപ്പ് സാധനമുണ്ട്. അതാണ് പ്രവചനം. പ്രീപോൾ സർവേ ഫലങ്ങളെയും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെയും വെച്ച് നോക്കുമ്പോൾ പ്രവചനത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോൾ എവിടെ വച്ച് വേണമെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി പ്രവചിക്കാം. പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, പ്രവചനം 2 തരത്തിലുണ്ട്. ഒന്ന്, കണ്ണുമടച്ച് പ്രവചിക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആം ആദ്മി ഭരിക്കുമെന്ന് ഞാനങ്ങ് പ്രവചിക്കുന്നു. എൻ്റെ പ്രവചനം കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും മറ്റുള്ളവർ, ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാധ്യമങ്ങൾ, അവരൊക്കെ ആ പ്രവചനം ചർച്ച ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം ആം ആദ്മി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ നിൽക്കാതെ ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ പോകുന്നില്ല എന്ന കാര്യവും നമുക്ക് ഉറപ്പാണ്. എന്നാൽ ഞാൻ ആം ആദ്മി കേരളം ഭരിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ പിന്നെ മാധ്യമങ്ങളും മറ്റ് വിശകലന വിദഗ്ധരുമൊക്കെ തിരക്കുന്നത് ഏത് രീതിയിലാണ് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് അതിനുള്ള ശക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. ആരോ ഒരാൾ ആം ആദ്മി പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും അവർ കേരളം ഭരിക്കുമെന്നും പറഞ്ഞു. അതുതന്നെയാണ് ആകെ ഇതിനെക്കുറിച്ച് കിട്ടിയ ഡാറ്റ. ഇതാണ് ആദ്യത്തെ സംഗതി, അതായത് കണ്ണുമടച്ച് പ്രവചിക്കുക. രണ്ടാമത്തെ സംഗതി, ലഭ്യമായ ഡാറ്റകൾ വച്ച് വിശകലനം നടത്തി പ്രവചിക്കുക എന്നുള്ളതാണ്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും റിസൾട്ട് വച്ചുകൊണ്ട് അതിനുശേഷം ആ മണ്ഡലത്തിലെ CPM, കോൺഗ്രസ്, BJP എന്നീ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചും ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം പറയുകയും ചെയ്യുക. അതൊരു പ്രവചനമാണ്. എന്നാൽ ആ പ്രവചനത്തിന് നേരത്തെ പറഞ്ഞ കണ്ണുമടച്ചുള്ള പ്രവചനത്തെക്കാൾ സാധുത ഉണ്ട്. ഈ പ്രവചന കാറ്റഗറിയിൽപ്പെട്ട 2 ടൈപ്പിലുള്ള നിരവധി പ്രവചനങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. കണ്ണുമടച്ചുള്ള പ്രവചനങ്ങളും എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാറ്റകൾ വെച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളും വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പുതിയ പ്രവചനം കൂടി എത്തുകയാണ്. പ്രവചനം നടത്തുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. മറ്റാരുമല്ല, എറണാകുളത്തെ
വനിതാ വിനീത തിയേറ്ററുകളിൽ റിലീസാകുന്ന സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ശ്രദ്ധേയനായ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചനവുമായി എത്തിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് അധികാരത്തിലെത്തും എന്നുള്ളതും അതിന് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളതെന്നും ഒക്കെ പുള്ളി പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പുള്ളിക്കാരൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. രസകരമായൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് ചാനലിൽ കാണാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണെന്നും താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തവണ ഭരണം ആർക്ക് ലഭിക്കുമെന്നും തുടർഭരണമാണോ അതോ മാറ്റഭരണമാണോ സംഭവിക്കുന്നത് എന്നും ഒക്കെയാണ് അവതാരക ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയോട് ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് തുടർഭരണം അല്ലെങ്കിൽ എന്തു മാറ്റഭരണം എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. പക്ഷേ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധത്തിലുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുള്ളിക്കാരത്തിൻ്റെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണെങ്കിലും ഉദ്ദേശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ തുടർഭരണം ലഭിക്കുമോ അല്ലെങ്കിൽ UDF ഭരണത്തിലെത്തുമോ എന്ന ചോദ്യം അവിടെ വരില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സന്തോഷ് വർക്കിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് വ്യക്തമാണ്. പുള്ളി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിലെത്തുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. എന്തായാലും രസകരമായ ചോദ്യവും രസകരമായ ഉത്തരങ്ങളുമാണ് അഭിമുഖത്തിൽ കാണുന്നത്. ആര് അധികാരത്തിൽ വരും എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആറാട്ടണ്ണൻ മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നാണ്. നമ്മുടെ ഇടയിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ, പഴയ CPM കാരൻ, ഏറ്റവും കൂടുതൽ പഴയ SFI കാരൻ എന്നിങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ഇടതുപക്ഷ ആൾക്കാർ കാണാം. ഇതിൽ ഏറ്റവും വലിയ രസം ഇവരെല്ലാവരും CPM വിരുദ്ധരായിരിക്കുമെന്നുള്ളതാണ്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ആര് അധികാരത്തിലെത്തുമെന്ന ചോദ്യത്തിന് ഞാൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്ന സന്തോഷ് വർക്കി പറയുന്നത് ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ചോദിക്കുമ്പോൾ സന്തോഷ് വർക്കി പറയുന്ന ന്യായീകരണം ഭീകരമാണ്. പഴയ കമ്മ്യൂണിസ്റ്റും പുതിയ കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റുകാരിൽ നിരവധി പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഇന്നോവ കാറിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നവരാണ് കൂടുതലുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടി പുള്ളി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ഇട്ടതിന് ആരോ ഇന്നോവ കാറിൽ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു എന്ന്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ EMSനെയും അച്യുതമേനോനെയും പോലെ പണ്ഡിതന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ എല്ലാവരും മനോരോഗികളായ ഗുണ്ടകളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞാൽ അവർ തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. ഇതാണ് ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ നടക്കുന്ന ഗുണ്ടായിസം എന്നുള്ളതാണ് നമ്മുടെ സന്തോഷ് വർക്കിയുടെ വിഷമം. അവസാന നിമിഷം കുറേ കാട്ടിക്കൂട്ടലുകൾ ഇടതുപക്ഷ സർക്കാർ നടത്തുമെന്നും അത്തരത്തിലുള്ള 1-2 കാര്യങ്ങൾ, അതായത് ക്ഷേമ പെൻഷൻ വർധന തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നും അത് പിണറായി വിജയൻ്റെ അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണെന്നും ആറാട്ടണ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് അവതാരകയുടെ വളരെ നിർണായകമായ ചോദ്യം വരുന്നത്, എങ്ങനെയാണ് UDF അധികാരത്തിലെത്തുമെന്ന് കരുതുന്നത് എന്ന്. അതിന് സന്തോഷ് വർക്കി പറയുന്ന പ്രധാന ഉത്തരം കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും. ഉത്തരം VD സതീശൻ എന്നാണ്. സതീശന് കുറച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിലും കോൺഗ്രസിനെ നന്നായി നയിക്കുന്ന ആളാണെന്ന് സന്തോഷ് വർക്കി ഉറപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്നെ ചിരിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം പുള്ളി പറയുന്നുണ്ട്. VD സതീശന് കരുണാകരൻ്റെ കഴിവും AK ആൻ്റണിയുടെ ആദർശവും കിട്ടിയിട്ടുണ്ട് എന്ന്. ചിരിക്കാതെ എന്തു പറയാം. UDF അധികാരത്തിൽ വന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് അവതാരിക ചോദിക്കുന്നുണ്ട്. നിരവധി പേരുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു വരികയാണെന്നും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, VD സതീശൻ അങ്ങനെ ഒത്തിരി പേരുകൾ കേൾക്കുന്നുണ്ടെന്നും അതിൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നും അവതാരിക ചോദിക്കുമ്പോൾ ശശി തരൂർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയാൽ നന്നായിരിക്കുമെന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സന്തോഷ് വർക്കി ഉയർത്തിക്കാട്ടുന്നത് VD സതീശനെ തന്നെയാണ്. സത്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ലെന്നും അവസാന നിമിഷം ഇക്കാര്യത്തിൽ അട്ടിമറികൾ നടക്കാൻ സാധ്യത ഉണ്ടെന്നും ഈ പറയുന്ന സന്തോഷ് വർക്കി ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഈ അട്ടിമറി നടത്തുന്നത് ആരാണെന്ന് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ തലയും വെട്ടി നിന്ന് ചിരിക്കും. അത് മറ്റാരുമല്ല, അട്ടിമറി നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകളായിരിക്കുമെന്നാണ് സന്തോഷ് വർക്കി അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത തവണ ആരധികാരത്തിലെത്തും, ആര് മുഖ്യമന്ത്രിയാകും എന്ന ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം സന്തോഷ് വർക്കി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ആറാട്ടണ്ണൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ വച്ച് പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ കാണാൻ മതിയാക്കി. പ്രീ പോൾ സർവേ, എക്സിറ്റ് പോൾ ഫലങ്ങൾ, പിന്നെ ഈ സന്തോഷ് വർക്കിയെ പോലുള്ള ആൾക്കാരുടെ പ്രവചനങ്ങൾ. ഇനിയുള്ള കേരള രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവചനം 2 തരത്തിലുണ്ട്.
കണ്ണുമടച്ചുള്ള പ്രവചനവും ഡാറ്റ വച്ചുകൊണ്ടുള്ള പ്രവചനവും. നിർഭാഗ്യവശാൽ ഇത് രണ്ടുമല്ല നമ്മുടെ ആറാട്ടണ്ണൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് മറ്റൊരു തരത്തിലുള്ള പ്രവചനമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തനിക്ക് ക്യാൻസർ ആണെന്നും 2 മാസത്തിനകം താൻ മരിക്കുമെന്നും പുള്ളിക്കാരനൊരു പ്രവചനം നടത്തിയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രവചനം പുള്ളി പിൻവലിച്ചു. അത്തരത്തിലുള്ളൊരു പ്രവചനമാണ് ഇത്. ഇതിനെ ഏത് പ്രവചന കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ളത് വ്യക്തമായി അറിയാമെങ്കിലും അത് ഈ പൊതുസഭയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നു മാത്രം പറയുന്നു.